പക്ഷേ ഇസ്ലാമിന്റെ നിയമങ്ങൾ പറയേണ്ടത് ബാധ്യതയല്ലേ? യുദ്ധത്തിന്റെ നിയമങ്ങൾ പറയുന്നത് ബാധ്യതയല്ലേ? ഞാൻ പൊട്ടുതൊട്ടാൽ എന്താ ഇല്ലെങ്കിലെന്താ? അതൊന്നും നമ്മുടെ പ്രശ്നങ്ങളെയല്ല. ഇസ്ലാമിക സമൂഹത്തിന്റെ പെണ്ണുങ്ങളോട് സഹാബിയത്തുകളായ വനിതകളുടെ ജീവിതം പറഞ്ഞുകൊടുത്ത് സ്വർഗത്തിലേക്ക് കൊണ്ടുവരാൻ അത് പ്രബോധകരുടെ ബാധ്യതയല്ലേ? അതിനെതിരെ പ്രതികരിക്കുന്നവരെ നിങ്ങളെ മതമൗലികവാദികളാക്കണ്ട. തലയിൽ തട്ടമിടാൻ പറഞ്ഞ മതമൗലികവാദി, ഇസ്ലാം അനുസരിച്ച് ജീവിക്കാൻ പറഞ്ഞാലും മതമൗലികവാദി. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഈ ദുനിയാവിന്റെ പൊങ്ങച്ചം കണ്ടിട്ട് ചാവണ്ട. നിന്റെ തോളിൽ കൈയിട്ട് ചെറുപ്പക്കാരന്റെ തലോടലിന്റെ മുതിരത കണ്ട് നീ അങ്ങനെ അറിയാതെ വിശ്വസിച്ചു പോകണ്ട. ഇഷ്ടപ്പെട്ട പുരുഷന്മാരുടെ കൂടെ ഇറങ്ങി നിങ്ങളുടെ കഥ എടുത്തു നോക്കിയാൽ 10% പെണ്ണുങ്ങളെ കാണണമെങ്കിൽ ബോംബെയിലെ ചുവന്ന തെരുവിലെ സ്വനാഗത്തിയിലെ ഇറച്ചി വിൽപ്പന കേന്ദ്രത്തില് വേശ്യാലയത്തിന് മറ്റൊരു തന്റെ കടപ്പറയിലും അടിക്കുത്തടിച്ചു കൊടുക്കുന്ന വേശ്യാലയത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന 100 മലയാളി പെൺകുട്ടികളുടെ കഥ കേൾക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരി, ഇസ്ലാമിന്റെ നിയമങ്ങളെ കാട്ടിലുപ്പളത്ത് ഇന്നലെ കണ്ട കാമുകണ്ട കയ്യിൽ തോളിട്ടിട്ട് സ്റ്റാൻഡിൽ വെച്ച് ചിരിച്ചു കാണിച്ചവന് നിന്റെ മാംസത്തോടുള്ള കൊതി കണ്ടോ? അതിനേറ്റിട്ട് നീ ഇറങ്ങല്ല മോള്, അവന്റെ കൂടെ ഇറങ്ങിപ്പോകല്ല മോള്. അവസാനം നീ ഒരു മാംസപിണ്ഡമായി എവിടെയെങ്കിലും ചാക്കിൽ കെട്ടി തൂക്കപ്പെടുമ്പോ ഇസ്ലാം ലോകത്തോട് പറയാ, നരകത്തിന്റെ ഭയാനകരമായ ശിക്ഷകളെ പറയുമ്പോ ജഹന്നമെന്ന നരകം പരിധി കിടക്കുന്നവർക്ക്, ഓരോത്തിനെയും പരിധി നിൽക്കുന്നവര്, അഹങ്കാരത്തോടെ മതത്തിന്റെ വേലിക്കെട്ടുകളെ ചാടിക്കടക്കാൻ ശ്രമിക്കുന്നവർ, അല്ലാഹു പറയാ നരകത്തിലെ ചൂടുള്ള ജഹന്നമെന്ന നരകത്തിലവർ അവര് കാലാകാലം അതിൽ താമസിക്കേണ്ടവരാ. എത്ര യുഗയുഗാന്തരങ്ങളോളം അവർ നരകത്തിൽ കിടക്കുകയാ. എന്നിട്ട് അല്ലാഹു പറയാ, ആ നരകത്തിൽ അവർ കിടക്കുമ്പോ ആ നരകത്തിലെ തണുപ്പെന്ന് പറയുന്ന ഒരു അനുഭവം പോലും അല്ലാഹു അവർക്ക് കൊടുക്കുകയില്ല. ഏത് സമയത്തും അതിന് ചൂടുകൊണ്ട് തിളച്ചു മറിയുക. അല്ലാഹു നരകത്തിൽ കിടന്നവരെ ദാഹിക്കുമ്പോ അവര് ദാഹിച്ച് നിലവിളിക്കുമത്രേ, അല്ലാഹുവേ ഒരൽപ്പം വെള്ളം തരുമോ, ഒരൽപ്പം വെള്ളം തരുമോ? അല്ലാഹുവിനക്ക് കുടിക്കാൻ കൊടുക്കുന്നൊരു ഹമീമെന്ന് പറയുന്ന തിളച്ചു മറിയുന്ന ചീന്തലമോ. എന്താ ഹമീമെന്നറിയോ? അല്ലാഹുവിന്റെ ഖുർആൻ നമ്മോട് പറഞ്ഞു വരുന്നുണ്ട്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുക, അവരാ ഹമീമെന്ന് പറഞ്ഞാൽ നരകത്തിൽ കിടക്കുന്ന ആളുകളെ തീയിൽ കിടന്നത് ശരീരം മുഴുവന് കരിഞ്ഞ് ചാമ്പലാകുമ്പോ മറുഭാഗത്തൊരു വെള്ളത്തിന്റെ പുഴ കാണും. ആ പുഴയിലേക്ക് ഓടുക. ഈ ശരീരത്തിൽ പടങ്ങ് പിടിച്ചവൻ ജലം കാണുമ്പോ ഓടുന്നത് പോലെ അവരാ പുഴയിലേക്ക് ഓടുക. അവിടെ ചെന്ന് പുഴയിലൊന്ന് ചാടിയിട്ട് നരകത്തിന്റെ ചൂടൊന്ന് ശമിപ്പിക്കാൻ നോക്കുമ്പോ അവിടെ എത്തുമ്പോ എന്താണെന്നറിയോ? അത് പുഴയല്ല, പിന്നെയോ ഹമീമെന്ന നരകമോ, ഹമീമെന്ന പാനീയമോ. ആ ഹമീമ് തിളച്ചുമറിയുന്ന പാനീയമാണ്. അതെപ്പോഴും തിളച്ചുമറിഞ്ഞുകൊണ്ടിരിക്കുകയാ. അതിന്റെ മുമ്പിലെത്തുമ്പോ അവരെ ബാക്കിയുള്ള മാംസങ്ങൾ മുഴുവനെ ചൂടുകൊണ്ട് ഉരിഞ്ഞു മാറി അവർ അന്തരങ്ങളായി അവിടെ നിന്ന് തിരിച്ചു വീണ്ടും നരകത്തിലേക്ക് ഓടുകയാ. നരകത്തേക്കാൾ വലിയ ചൂട് ഹമീമിൽ കാണുമ്പോ അവര് നേരെ തിരിച്ച് നരകത്തിലേക്ക് ഓടുക. ആ ഓട്ടത്തിന്റെ ഇടയിൽ പാതി വഴിയിൽ അവർക്ക് ദുനിയാവിന് ഓർമ്മ വരും. എന്താ ഓർമ്മ വരിക? ദുനിയാവിൽ ഒരു ഗ്ലാസ് തിളച്ച വെള്ളം എടുത്തു വെച്ചാൽ ഒരല്പനേരം കഴിയുമ്പതിന് തണുപ്പ് കിട്ടുമല്ലോ. ഇത്രയും നേരം അങ്ങ് ദൂരത്തിന്റെ ഇടയിൽ ഹമീമ് തണുത്തിട്ടുണ്ടാകുമെന്നൊരു അവര് നേരെ തിരിച്ച് ഹമീമിലേക്ക് തിരിച്ചോടുന്നു. അവിടെ ചെല്ലുന്ന ഹമീമ് തണുത്തിട്ടില്ല. ഈ
തിരിച്ച് നരകത്തിലോട്ട് തിരിച്ചോടുകയോ. അതിനിടയിൽ വീണ്ടും ദുനിയാവിന് ഓർമ്മ വന്ന ഹമീമിലേക്ക് തിരിച്ചോടും. ഇതൊന്നും ഞാൻ വെറുതെ പറയുന്നതല്ല. അല്ലാഹുവേ അല്ലാഹുവേ ഞങ്ങളുടെ ശിക്ഷരക്ഷം കുറച്ചു തരുന്നു അല്ല. ഇതൊക്കെ ഖുർആൻ വ്യക്തമായി പറയുന്നുണ്ട്. വഖാലല്ലദീന കഫറൂ ബിഖസനതി ജഹന്നമ റബ്ബകും നരകവാസികളെ നരകത്തിന്റെ കാവൽക്കാരനായ മലക്കിനോട് ചോദിക്കും, മലക്കേ ഒരൽപ്പ ശിക്ഷ ഞങ്ങൾക്ക് കുറച്ചു തരുമോ? അപ്പോ അല്ലാഹുവരോട് പറയും, അവര് ചോദിക്കും, ഒരൽപ്പം കുറച്ചു തരുമോ? അപ്പൊ അല്ലാഹുവരോട് പറയുന്നില്ല, ദിവസം കഴിയും തോറും ശിക്ഷയുടെ കാര്യം കൂടിക്കൊണ്ടിരിക്കും. അവരെ ശിക്ഷയെ ഞാൻ കൂട്ടിക്കൊണ്ടുവരും.